വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്, ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഒന്നാമത്തേത്, ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ്സ് ഇൻകം ആർ കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം. ലേബർ, നമ്മളൊരു തൊഴിൽ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, അല്ലേ? എവിടെ നിന്ന് കിട്ടുന്നോ അതിന് നമ്മൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയും. കംപ്ലീറ്റ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു ദ സോഴ്സ് ഓഫ് ഇൻകം യൂസിങ് ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. താഴെയുള്ള ഇൻഫർമേഷൻസ് നോക്കുക, എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് ഡയഗ്രാമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് പ്രോഫിറ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, റെൻറ്റ് ഓർ ലീസ്, ബാങ്ക് ഡെപ്പോസിറ്റ്. ഒന്നാമത്തെ നോക്കൂ, എ എന്ന് പറയുന്ന ബിസിനസ് ആണല്ലേ. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് എന്താണ്? പ്രോഫിറ്റ് സ്റ്റോക്കാണ് നമുക്ക് കിട്ടുന്നത്, പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്, പ്രോഫിറ്റ്. ഇനി ബി നോക്കൂ, പ്രോഫിറ്റ് ഷെയർ ആണ്. പ്രോഫിറ്റ് ഷെയർ ആണ് നമുക്ക് കിട്ടുന്നത്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് ഇൻട്രസ്റ്റ് കിട്ടുന്നത് നമുക്ക് ഏതിൽ നിന്നാണ്? ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്നാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ്. ഓക്കെ, ഇനി എംപ്ലോയ്മെൻറ്റിന് കിട്ടുന്നത് വേജ് അല്ലെങ്കിൽ സാലറി ആണ്. അസറ്റിന് കിട്ടുന്നത് നമുക്ക് എന്താണ്? റെൻറ്റ് അല്ലെങ്കിൽ ലീസാണ് കിട്ടുന്നത്. ഓക്കെ, റെൻറ്റ് ഓർ ലീസ്. ഇനി അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ക്രോപ്പിൽ നിന്നാണ്, അല്ലേ? അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ ക്രോപ്പാണ്, അത് വിറ്റിട്ടാണ് നമുക്ക് അതിൽ നിന്നുള്ള ഇൻകം കിട്ടുന്നത്. അപ്പോൾ എ ഉത്തരം പ്രോഫിറ്റ് ആണ്, ബി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, സി ബാങ്ക് ഡെപ്പോസിറ്റ്, ഡി റെൻറ്റ് അല്ലെങ്കിൽ ലീസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ, വിച്ച് ഈസ് ദ റൈറ്റ് പ്രയർ റിഗാർഡിംഗ് ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ആൻഡ് ഇറ്റ്സ് ബെനിഫിഷ്യറീസ്? ജീവനം ഡിഫറെൻറ്റ് ഏബിൾഡ്, കൈവല്യ വിമന്, ശരണ്യ ഡിപ്പെൻഡൻറ്റ് ഓൺ ഡിക്രീസ്ഡ് വിക്ടിം ഓഫ് ക്രൈം, നവജീവൻ പ്രൊജക്റ്റ്, സീനിയർ സിറ്റിസൺസ്. അപ്പോൾ ഇത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പെയർ എന്ന് പറയുന്നത്? നവജീവനം പ്രൊജക്റ്റ്, സീനിയർ സിറ്റിസൺസ് എന്നുള്ളതാണ്. ഓക്കെ, കൈവല്യ എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺസിനല്ല, ഡിഫറെൻ്റ് ഏബിൾ ആയിട്ടുള്ള ആളുകൾക്കാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതാണ് 50-65 വയസ്സിനിടയിലുള്ള ആളുകൾക്ക് കിട്ടുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കീം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ എയ്തർ 2A 2B. 2A 2B ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ദ ഫോളോയിങ് ആർ 2 ആർഗ്യുമെൻറ്റ്സ് ദാറ്റ് എമേർജ്ഡ് വെൻ എ ഡിബേറ്റ് വാസ് കണ്ടക്റ്റഡ് ഇൻ ദ ക്ലാസ് ഓൺ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലാൻഡ് എയർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ലാൻഡ് എയർ ട്രാൻസ്പോർട്ടിൻ്റെ വിഷയത്തിൽ ക്ലാസ്സിൽ നടന്നിട്ടുള്ള ഒരു ഡിബേറ്റിൻ്റെ ഫലമായിട്ട് അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ട് 2 ആർഗ്യുമെൻറ്റ്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. ഒന്ന്, ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ ബെസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. എന്താണ്? ലാൻഡ് ട്രാൻസ്പോർട്ടാണ് ഒന്ന് എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ളത്. എയർ ട്രാൻസ്പോർട്ട് ഈസ് ദ ബെസ്റ്റ് ബിക്കോസ് ലോങ് ഡിസ്റ്റൻസ് ക്യാൻ ബി ട്രാവൽഡ് ഇൻ എ ഷോർട്ട് പീരീഡ്. വലിയ ദൂരങ്ങളിലേക്കൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എയർ ട്രാൻസ്പോർട്ടാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. വാട്ട് അതർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ലാൻഡ് എയർ ട്രാൻസ്പോർട്ട് ക്യാൻ യു ആഡഡ്? അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ലാൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ലാൻഡ് ആണെങ്കിൽ ഓൾറെഡി ഇവരെ പറഞ്ഞു എക്സ്പെൻസ് കുറവാണെന്ന് പറഞ്ഞു, അല്ലേ? അതുപോലെ തന്നെ ലെസ് അല്ല, ഡോർ ടു ഡോർ ഡെലിവറി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? നമുക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് ആ ഡോർ ടു ഡോർ ഡെലിവറിയാണ്. അതുപോലെ തന്നെ ബൾക്കി ഗുഡ്സ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, അല്ലെ? എത്ര വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് എവിടെയാണ്? ലാൻഡിലാണ്. ഇനി നമ്മൾ എയർ ട്രാൻസ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മൾ പറഞ്ഞു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു, അല്ലേ? അതുപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി ആണ്. ഓക്കെ, ഹൈ സെക്യൂരിറ്റി ആണ്. മാത്രമല്ല ഇൻ്റർനാഷണൽ ഷിപ്മെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടി പറ്റുന്നതും ഇതാണ്, ഇൻ്റർനാഷണൽ ഷിപ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം നമുക്ക്. ഒബ്സർവ് ദ പിക്ചർ, പിക്ചർ 1, പിക്ചർ 2, പിക്ചർ 3, പിക്ചർ 4, അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ തന്നെയാണ്. ഇഫ് ദ പിക്ചേഴ്സ് റിലേറ്റഡ് ടു ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട്, വിച്ച് ഈസ് ദ റൈറ്റ് വൺ? ഇതിൽ ഏതാണ് റൈറ്റ് വൺ ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഏതായിരുന്നു? ആദ്യം പിക്ചർ 2 ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലേ? പിന്നെ എന്തായിട്ട്? അല്ല, പിക്ചർ 2 ആയിരുന്നു, അല്ല പിക്ചർ
ആദ്യം പിക്ചർ 2, പിന്നെ പിക്ചർ 4, പിന്നെ പിക്ചർ 1, ദെൻ പിക്ചർ 3 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നാമത്തേത് ഇതായിരുന്നു, പിന്നെ എന്തായി, കഴുതയുടെ മേലൊക്കെ ആയിട്ട് മാറി, പിന്നെ അത് ഈ രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് ഈ ഒരു രീതി അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് നോക്കൂ, ബി ആണ്, ഇതിലെ 2B ആണ് ചോദ്യം. ട്രാഫിക് congestion leads to many problems. What suggestions can you put forward to solve them? Write them down. അപ്പോൾ എന്താണ് ഈ ട്രാഫിക് കൺജക്ഷൻ, ഒരുപാട് വാഹനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിന് വേണ്ട സജഷൻസ് ആണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 2-3 സജഷൻസ് അവിടെ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. ഒന്ന് എന്ത് എഴുതി കൊടുക്കാം, യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ്, നമ്മളിപ്പോൾ ഒറ്റക്കൊക്കെ യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെറിയ വണ്ടികൾ ഉപയോഗിക്കണം. ഓക്കെ, ചെറിയ വണ്ടികൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്, അതുപോലെ കൂടുതലായിട്ടുള്ള ഈ പെഡസ്ട്രിയൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഇതില്ലേ സൈക്ലിങ്, അതിനൊക്കെ കൂടുതൽ ട്രാക്കുകളും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ കുറേ പേര് അത് ഉപയോഗിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതിലെ BA ചോദ്യമാണ്. 3A ആണ്. 3A, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ആർ 2 types of motion of the earth. ഓക്കെ, എർത്തിൻ്റെ 2 മോഷനാണ് എന്ത്, റൊട്ടേഷനും റെവല്യൂഷനും എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് റിലേറ്റഡ് ടു റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ഫസ്റ്റ് വൺ ലീഡ്സ് ടു ചേഞ്ച് ഓഫ് സീസൺസ് മാറുന്നത് ഏതിൻ്റെ ഭാഗമായിട്ടാണ്? കാരണം എന്തായിരുന്നു, റെവല്യൂഷൻ ആണല്ലേ. അപ്പോൾ ആൻസർ എന്ത് എഴുതി കൊടുക്കുക, ഇവിടെ റെവല്യൂഷൻ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അടുത്തത് റൊട്ടേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നത് എന്താണ്, ഡേ നൈറ്റ് ഉണ്ടാവുന്നതാണ് അല്ലേ, ഡേ ആൻഡ് നൈറ്റ്. ഇനി ദ ടൈം ടേക്കൺ ബൈ എർത്ത് ടു മൂവ് അറൗണ്ട് ദ സൺ വൺസ്. ഒരു പ്രാവശ്യം സൂര്യനെ ഒന്ന് വലയം വെക്കാൻ എടുക്കുന്ന സമയമാണ് പറയുന്നത്. അതേതാണ്, റെവല്യൂഷൻ ആണല്ലേ. അപ്പോൾ ഇവിടെയും റെവല്യൂഷൻ എന്നാണ് വരിക, റെവല്യൂഷൻ. ഇനി ദ ടൈം നീഡഡ് ഫോർ ദ എർത്ത് ടു മേക്ക് 1 റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനെ നമ്മൾ എന്ത് പറയും, റൊട്ടേഷൻ എന്ന് പറയും. ഓക്കെ, റൊട്ടേഷൻ. ഇനി ഇതിലെ B ചോദ്യം, ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ ജൈൻറ്റ് സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ആർ ലുമിനിസെൻറ്റ്. ഏതാണ് പ്രകാശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അസ്റ്റോറിഡ്സ്, കോമറ്റ്സ്, മെറ്റീരിയൽസ്, സ്റ്റാർസ്. ഏതാണ്, ഓപ്ഷൻ ഡി, സ്റ്റാർസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതിലെ 3ലെ B ആണ്. റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻ ഷോയിങ് ദ എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാണിക്കുന്ന ഒരു ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ വാട്ടർ ലെവൽ ഇൻ റിവേഴ്സ് ഈസ് ഡിക്രീസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. ഹെവി സമ്മർ റെയിൻസ് കോസ് വൈഡ് സ്പ്രെഡ് ക്രോപ്പ് ഡാമേജ്. ലാക്ക് ഓഫ് സമ്മർ റെയിൻ ക്രോപ്പ് ഡിസ്ട്രക്ഷൻ ഇൻ വയനാട്. ഓക്കെ, അപ്പോൾ എന്താണ്, എല്ലാം വെള്ളമില്ലാത്തതിൻ്റെ അവസ്ഥയാണ് പറയുന്നത് അല്ലേ. പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് നെസസറി ഐഡിയാസ് ഫോർ എ സെമിനാർ ഓൺ ദ ടോപ്പിക് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്തൊക്കെ കാരണമാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി B ചോദ്യം, ദ പിക്ചർ ഗിവൺ ബിലോ ഈസ് ദ ലോഗോ ഓഫ് എ കേരള പ്രൊജക്ട് ഇൻ കേരള. ഐഡൻറ്റിഫൈ ദ പ്രൊജക്ട്. ഓക്കെ, ഇത് ഏതിൻ്റെ സിമ്പലാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആർദ്രം മിഷന്, ഹരിത കേരള മിഷന്, വിദ്യാകിരണം മിഷന്, ലൈഫ് മിഷന്. ഇതേതിൻ്റേതാണ്? ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഒരു ഏലൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഹരിത കേരള മിഷൻ്റെ ലോഗോയാണ് ഇത്. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. ദ ഇൻകം ആൻഡ് ഇറ്റ്സ് സോഴ്സസ് ഓഫ് 4 ഫാമിലീസ് ആർ ഗിവൺ. ഒരു 4 ഫാമിലിയുടെ ഇൻകവും അതിൻ്റെ സോഴ്സുമാണ് തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫ്രം ദ ടേബിൾ വാട്ട് ക്യാൻ യു ഫൈൻഡ് ഔട്ട് ബൈ റിലേറ്റിംഗ് ദ ഇൻകം ഓഫ് ദ ഫാമിലീസ് ആൻഡ് ദ സോഴ്സ് ഓഫ് ഇൻകം, പ്രിപ്പയർ എ നോട്ട്. അപ്പോൾ ഈ ഫാമിലീസിൻ്റെ ഇൻകം എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ എത്രയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ പിക്കിൾ പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ ഫാക്ടറി, അതുപോലെ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ഇനി ഫൈൻഡ് ഔട്ട് വാട്ട് ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലീസ്, ബിസിനസ്, ഇൻട്രസ്റ്റ്, ടാക്സ്. ഇതിലേതാണ്?
ഇതിൽ ലീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താണ്, അതൊരു കോൺട്രാക്റ്റിൻ്റെയോ അതുപോലെ ഒരു എഗ്രിമെൻറ്റിൻ്റെയോ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒബ്സർവ് ദ പിക്ചർ, പ്രിപ്പയർ 4 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് റിലേറ്റഡ് ടു ദ സോളാർ സിസ്റ്റം ഫോർ എ ക്വിസ് ടു ബി കണ്ടക്റ്റഡ് ബൈ സോഷ്യൽ സയൻസ് ക്ലബ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാം മെർക്കുറി അല്ലേ, വേർ ഈസ് ദ മെർക്കുറി, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ മെർക്കുറി, ദെൻ വിച്ച് വൺ ഈസ് ദ പൊസിഷൻ ഓഫ് ദ എർത്ത്, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ എർത്ത്, അതുപോലെയുള്ളതൊക്കെ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. We feel that the sun rises in the east and the sets in the west. It is because the earth moves from the east to west. Okay? Examine the given statement and reason for it and find the appropriate answer. അപ്പോൾ ഇവിടെ എന്താണ്, ഒന്നാമത്തെ പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. സണ്ണ് റൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നതും ഈസ്റ്റിലും വെസ്റ്റിലുമാണ്. അതിന് കാരണം പറഞ്ഞിട്ടുള്ളത് എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയാണോ? അല്ല. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷെ അതിന് പറഞ്ഞ റീസൺ ശരിയല്ല. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്, ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, അതുപോലെ തന്നെ ബട്ട് ദ റീസൺ ഈസ് ഫോൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഏതാണത്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് 2 ഈസ് ഫോൾസ്. അപ്പോൾ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി താഴെയുള്ളത് നമുക്ക് നോക്കാം. പിക്ചർ റിലേറ്റഡ് ടു ട്രാഫിക് റൂൾസ് ആർ ഗിവൻ. ഫസ്റ്റ് വൺ, ഡിസൊബീയിങ് ട്രാഫിക് റൂൾസ് ലീഡ്സ് ടു മെനി ആക്സിഡൻറ്റ്സ്. എന്താണ്, ട്രാഫിക് റൂൾസ് നമ്മൾ ഒബേ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. പ്രിപ്പയർ 4 പ്ലക്കാർഡ്സ് ടു മേക്ക് പീപ്പിൾ അവെയർ ഫോർ ദിസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള 4 പ്ലക്കാർഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ട്രാഫിക് റൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കതിൽ എന്താ സയൻസും കാര്യങ്ങളൊക്കെ വരച്ചു ചേർക്കാം അല്ലേ. നോ മൊബൈൽ ഫോണ്, നോ സ്റ്റോപ്പ് ലുക്ക് ആൻഡ് ക്രോസ് എന്നൊക്കെ എഴുതി കൊടുക്കാം അല്ലേ. സ്റ്റോപ്പ് ലുക്ക് ആൻഡ് ക്രോസ്, അതുപോലെ തന്നെ സേവ് ഡ്രൈവ്, സേവ് ലൈഫ്, നെവർ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ഓക്കെ, മൂന്നാമത്തതായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, നെവർ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. അപ്പോൾ ഇതൊക്കെ പ്ലക്കാർഡ്സിൽ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ചോദ്യം, വിച്ച് ട്രാഫിക് റൂൾ ഈസ് റെക്കമെൻഡഡ് ടു ബി ഫോളോഡ് ബൈ ദ ഗിവൺ സൈൻ. ഈ സൈൻ എന്താണ് കാണിക്കുന്നത്, ദർ ഈസ് എ സ്കൂൾ നിയർ ബൈ, ക്രോസ് ദ റോഡ് ദിസ് വേ, വർക്ക് ഇൻ പ്രോഗ്രസ്, വാക്കിംഗ് ഇൻ പ്രൊഹിബിറ്റഡ്. ഏതാണ്, ക്രോസ് ദ റോഡ് ദിസ് വേ എന്നുള്ള ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് അല്ലേ. ഇതിലേ പോവും എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സോറി, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ അല്ലേ. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയിട്ട് കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.